നമസ്കാരം, തനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് 10th ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. 2022 നടന്നിട്ടുള്ള 6 ഘട്ടങ്ങളിലെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. 6 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നുണ്ട്. കുറേ അധികം ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുവെന്നും റിപ്പീറ്റായി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അടുത്തത് ചെയ്യുമ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് ഏത് പാറ്റേണിൽ വരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, വേഗം നോക്കാം. ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക, ഉത്തരങ്ങൾ പഠിച്ചു പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ പഞ്ചാബാണ്. കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. നെക്സ്റ്റ് വൺ, മനുഷ്യരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത്, രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. 2, എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അല്ലേ, ഇതിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലേ, ഒന്നാമത്തെ നോക്കാം. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. അത് ശരിയാണല്ലേ. അതായത് RBC, WBC, ദെൻ പ്ലേറ്റ്ലെറ്റ്. അല്ലേ, അത് നമുക്കറിയാവുന്ന RBC, WBC, പിന്നെ പ്ലേറ്റ്ലെറ്റുകളും ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ഇനിയും എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്തം അറിയപ്പെടുന്നത്. ശരിയാണോ? എറിത്രോസൈറ്റ്സ് എന്താണ്? ഈ RBC ആണ് എറിത്രോസൈറ്റ്സ് പറയാം. അല്ലേ, RBC ആണ് എറിത്രോസൈറ്റ്സ്, WBC ആണ് ആര്? ശ്വേതരക്താണുക്കൾ. RBC എറിത്രോസൈറ്റും WBC ശ്വേതരക്താണുക്കളുമാണ്. അപ്പോൾ തെറ്റ് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാതെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അത് തന്നെയാണ്, ഇരുമ്പാണെന്നറിയാം. ഇനിയും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ശരിയാണോ? അല്ല. ഏതാ വരുന്നത്? ഫൈബ്രിനോജനാണ്. അല്ലേ, രക്തം കട്ടുപിടിക്കുന്ന പ്രോസസ്സിൽ ആരാ കയറി വരിക? ഫൈബ്രിനോജനാണ്. ആ ഫൈബ്രിൻ ത്രെഡ്സ് ഉണ്ടാവാൻ സഹായിക്കുന്നത്, നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? മനുഷ്യരീരത്തിലെ രക്തവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ വരുന്നുണ്ട് ഇവിടെ? നമ്മുടെ ആൻസർ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. അല്ലേ, ഒന്നാമത്തേത് പറയുമ്പോൾ രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. അല്ലേ, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റുകൾ. പിന്നുള്ളതോ, രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പെന്നല്ലേ. അപ്പോൾ ബേസിക്കലി എന്താ പറയുക? രക്തകോശങ്ങൾ RBC, എറിത്രോസൈറ്റ്സ്, WBC ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ് എന്നും 3 തരത്തിൽ പറയും. അല്ലേ, RBCയിൽ ഹീമോഗ്ലോബിനുണ്ട്, അവിടെ ഇരുമ്പുണ്ട്. അതാണ് അത്രയും ഫാക്റ്റ്. പിന്നെ WBC എന്ന് പറയുമ്പോൾ എന്താണ്? കുറേ എണ്ണമില്ലേ ലിംഫോസൈറ്റുകൾ, പ്രതിരോധിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവർ. അല്ലേ, ലിംഫോസൈറ്റ്, ബേസോഫിൽസ്, ഈസ്നോഫിൽസ്, അങ്ങനെ തുടങ്ങുന്ന കുറേ പേരുണ്ട്. അല്ലേ, മോണോസൈറ്റ്സ്. അപ്പോൾ അതിനെ ഓർക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവും ബന്ധപ്പെട്ടിരിക്കുന്നു? 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവും ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്, ഹോക്കി, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ. ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രിക്കറ്റ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം, മണിപ്പൂർ, മഹാരാഷ്ട്ര, തമിഴ്നാട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മണിപ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2019 ജൂലൈ 22 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. നെക്സ്റ്റ് വൺ, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ഞാൻ ഉള്ള ആൻസർ മാത്രം പറഞ്ഞു പോകാം. ഓക്കെ, അതിന് നമുക്ക് എളുപ്പം വേണ്ടത്. നെക്സ്റ്റ് വൺ, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, KV റാബിയ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പട്ടം താണുപിള്ള. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള.
നെക്സ്റ്റ് വൺ, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. നെക്സ്റ്റ് വൺ, കേരള പാണിനി എന്നറിയപ്പെടുന്നത്? കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണ്? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന് അറിയപ്പെടുന്നത്. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ മികച്ച ചിത്രം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ മികച്ച ചിത്രം ഏതാണ്? ചിത്രം ഏതാണ്? മരയ്ക്കാറാണ്. മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ് 67th വരിക. 67th ദേശീയ ചിത്രം ഏതാണ്? മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 4 നോർത്ത് ടു 37 ഡിഗ്രി 6 നോർത്ത് പഠിച്ചു വെക്കുക. 8 4 37 6. 8 4 37 6 ഇന്ത്യയുടെ അക്ഷാംശം എപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. അക്ഷാംശം രേഖാംശം ഒക്കെ പ്രസ്താവന രീതിയിലും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയും ചോദിക്കുന്നുണ്ട്. 8 ഡിഗ്രി 4 നോർത്ത് ടു 37 ഡിഗ്രി 6 എന്ന് മിനിറ്റ് നോർത്ത് ഓർത്തിരിക്കുക. 8 4 N 37 6 N എന്ന് 4 അല്ലേ? N 4 32 അല്ല 37 ഇവിടെ. ഓക്കെ, 8 4 37 6 എന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസാണ്. ദ്രാസാണ്. ലഡാക്കിൽ ദ്രാസ്. ലഡാക്കിൽ ദ്രാസാണ്. ലഡാക്കും ദ്രാസും. ലഡാക്കിൽ തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്കാണ്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസാണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി, തണുപ്പ് മരുഭൂമി അല്ലേ? തണുപ്പ് മരുഭൂമി ഏതാണ്? ലഡാക്കാണ്. ലഡാക്ക്. നെക്സ്റ്റ് വൺ, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം അല്ലേ? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ. നെക്സ്റ്റ് വൺ, ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ തമ്മിലാണ്? ജലപാത 1 ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ തമ്മിലാണ്? ആൻസർ അലഹബാദ് ഹാൽഡിയ അല്ലേ? അലഹബാദ് ഹാൽഡിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 1 2 3 4 ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദേശീയ ജലപാത NW1 എന്താണ്? അലഹബാദ് ഹാൽഡിയ. അലഹബാദ് ഹാൽഡിയ അല്ലേ? ഇവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. നമ്മുടെ ആരും എന്താ പറയുക? NW3 അല്ലേ? ജലപാത 1 എന്താണ്? അലഹബാദ് ഹാൽഡിയ. അലഹബാദ് ഹാൽഡിയ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നവിടെയാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ് കർണാടക. ഇവിടെയാണ് കർണാടക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കർണാടകയിലാണ്. വിശ്വേശ്വരയ്യ കർണാടകയിലാണ്. വിശ്വേശ്വരയ്യ കർണാടകയിലാണ്. ഓക്കെ. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? നെയ്വേലിയിൽ ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലിഗ്നൈറ്റ്. ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വലിയ കൽക്കരിപ്പാടം. ആൻസർ ജാറിയാണ് അല്ലേ? ജാറിയയ്ക്ക് ഈ അക്ഷരവും കൊടുക്കാറുണ്ട് PSC. കേട്ടോ, ജാറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നമ്മൾ റാങ്ക് ഫയലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഇതാണ് കാണപ്പെടുക. ഓക്കെ, ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയാണ്. ജാറിയ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഡിഗ് ബോയിലാണ് അല്ലേ? ഡിഗ് കുഴിച്ചെടുത്തതാണ് ഡിഗ് ബോയ്. പെട്രോളിയം ആദ്യമായി ഡിഗ് ചെയ്തല്ലേ? ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഡിഗ് ബോയ്. ഡിഗ് എന്നൊരു വാക്ക് കേട്ടില്ലേ? ഡിഗ്
കുഴിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആദ്യം പെട്രോളിയം ഖനനം ചെയ്ത് കുഴിച്ചെടുത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കുഴിച്ചെടുത്ത് എവിടെ നിന്നാണ് പെട്രോളിയം? ഡിഗ് ബോയ്. ആ ബോയ്സ് ഡിഗ് ചെയ്തു. ഡിഗ് ബോയ് എന്നാണ് ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തെടുത്തത്. ഡിഗ് ബോയ് ആണ്. ഓക്കെ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്, കൊങ്കൺ റെയിൽവേ അല്ലേ, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ തമ്മിലാണ്? കൊങ്കൺ റെയിൽവേ എന്ന് പറയുമ്പോൾ റോഹ-മംഗലാപുരം. കൊങ്കൺ റെയിൽവേ റോഹ-മംഗലാപുരം. കൊങ്കൺ റെയിൽവേ റോഹ ടു മംഗലാപുരമാണ് ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഭാഗം 3യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. ന്യായവാദാർഹമാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയുണ്ട് ഇവിടെ. അതിലേതൊക്കെയാണ് ശരിയായവ? ആൻസർ എന്താണ്? നമുക്ക് ബി ആണ് നമ്മുടെ ആൻസർ. ഒന്നാമത്തത്, മൂന്നാമത്തത്, ദെൻ 4 എന്താണ്? ശരിയാണ്. ഓക്കെ. അതായത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഭാഗം 3 ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കതറിയാവുന്നതാണ്. മൗലികാവകാശം ഭാഗം 3 ആണ്. മൗലികാവകാശം ഭാഗം 3 ആണ്. മറന്നു പോകരുത്. മൗലികാവകാശങ്ങൾ ഭാഗം 3 ആണ് ഇല്ലേ. ബാക്കി എന്താ പറയുന്നത്? ന്യായവാദാർഹം എന്ന് വെച്ചാൽ ന്യായമായ കാര്യമാണ് അല്ലേ. ന്യായവാദാർഹമാണ്. ന്യായവാദാർഹമാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഓക്കെ, നമുക്കറിയാം. സ്വത്തവകാശത്തെ ഒഴിവാക്കി 44 ഭേദഗതി വഴിയാണ് ഒഴിവാക്കിയെന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പോൾ മൗലികാവകാശ ബന്ധമുള്ള ഏതൊക്കെയാണ്? ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദാർഹമാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. അടുത്തത്, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ്? വായിക്കാം. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. തുല്യമായ ജോലിക്ക് സ്ത്രീക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നു. ഇതിൽ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് ഉൾപ്പെടാത്ത അല്ലേ. 3ഉം 4ഉമാണ് ഉൾപ്പെടാത്ത കാര്യങ്ങൾ കേട്ടോ. പഠിക്കുമ്പോൾ നമുക്ക് ഉൾപ്പെടുന്ന അങ്ങോട്ട് പഠിച്ചാൽ മതി. ഏതൊക്കെ ഉണ്ട്? ഇന്ത്യയുടെ, ഇതാണ് ആൻസർ. ദെൻ ഇത് നമുക്ക് പഠിച്ചു വെക്കാം. മൗലിക കടമ ഉൾപ്പെടുന്നവയൊക്കെയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആര്? മൗലിക കടമകൾ. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യം അഖണ്ഡതയുമൊക്കെ നിലനിർത്തുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്താണ്? മൗലിക കടമകളാണ് അല്ലേ. ഭരണഘടനയിലെ മൗലിക കടമകളാണ് അതൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ്, പൊതുമുതൽ പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുന്നു അല്ലേ. പൊതുമുതൽ സംരക്ഷിക്കുന്നു, പരിരക്ഷിക്കുന്നു അല്ലേ. ഹിംസ അല്ലേ, കൊല, ഹിംസ വർജിക്കുന്നു, വേണ്ടാന്ന് വെക്കുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ പൊതുമുതൽ സംരക്ഷിക്കപ്പെടുന്നു, ഹിംസ വർജിക്കുന്നു, ഒക്കെ ചെയ്യുന്ന ആരാണ്? മൗലിക കടമകളുടെ കാര്യങ്ങൾ അല്ലേ. മൗലിക കടമകളുടെ കർത്തവ്യങ്ങളാണ്, അവരുടെ കാര്യങ്ങളാണ് പറയുക. അടുത്ത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവന ഏതാണ്? 1. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാഠി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണെന്ത്? വന്ദേ മാതരം. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ് നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ, ശരിയായ പ്രസ്താവന ഏതായിരിക്കും? ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ശരിയായ പ്രസ്താവന ഏതാണ്? ജദുനാഥ്. 23ൻ്റെ സി ആണ്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ദേശഗീതം, ദേശീയ ഗാനം, അതിൻ്റെ ദേശീയ പതാക, ഇതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് ഒരു ക്ലാസ്, ഒറിജിനൽ വീഡിയോ ക്ലാസ് ഉണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറല്ല, അല്ലാത്തൊരു ക്ലാസ് തന്നെയുണ്ട്. അതിലെല്ലാ ഫാക്ട്സുകളും അടങ്ങി നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പ്ലേലിസ്റ്റിലൂടെ ഉൾപ്പെടുത്തി വെച്ചേക്കാം. അപ്പം ഈ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോഴും ആ ഒരു കണ്ടൻറ്റ് അത്രയും കൂടി നമ്മൾ ഒരു ക്ലിയർ കട്ട് കണ്ടൻറ്റാണ്. അതായത് നമ്മൾ ഓർഡറിൽ പഠിക്കുന്നതാണ്. ദേശീയ ഗാനം എന്തൊക്കെയുണ്ടെന്നുള്ളത്, ദേശീയ ഗീതം അതെങ്ങനെ എങ്ങനെയൊക്കെ വന്നു, ഡേറ്റ് സഹിതം പഠിക്കുന്നു, ദേശീയ പതാകയുടെ കാര്യങ്ങൾ, ദേശീയ മുദ്രയുടെ കാര്യങ്ങളില്ലേ, അങ്ങനെ ദേശീയ പൈതൃക ജീവികൾ, അതങ്ങനെ ആ ഓർഡറിൽ അത് പഠിച്ച് വെക്കണം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ.
നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കാം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശരിയല്ലാത്തവ പ്രത്യേകം കാണണം. ക്വസ്റ്റ്യൻ നന്നായി വായിക്കുകയും വേണം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻസിൽ 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശം ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവും വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തവയില്ല നോക്കിക്കാണും കേട്ടോ. ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1 മാത്രമാണ് ശരി അല്ലാത്തവ അല്ലേ. 76 അതാണ് ശരിയല്ലാത്തത്. ബാക്കിയാണ് നമുക്ക് നോക്കുന്നില്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ 21A ആണ് വിദ്യാഭ്യാസം. അത് നമുക്കറിയാം. 21A വിദ്യാഭ്യാസമാണ് അറിയാം. പിന്നെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള നിർബന്ധിതവും സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നു. 6-14 നിർബന്ധിതവും സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 21A ആണ് നമുക്ക് 6-14 എന്ന വയസ്സ് ഓർത്തിരിക്കുക. 21A എന്ന് ഓർത്തിരിക്കുക. എന്താണത്? നമ്മുടെ വിദ്യാഭ്യാസ അവകാശത്തിൽ വരുന്ന അല്ലേ 2010 നിയമത്തിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, 6-14 വയസ്സ്. 21A ആണ് അതിൻ്റെ ഭേദഗതി അല്ലേ. വകുപ്പൊന്നും കൂടി ഓർത്ത് വെച്ചേക്കണം എപ്പോഴും. നെക്സ്റ്റ് വൺ സ്ഥിരം ചോദ്യങ്ങളാണ്. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണ് ബന്ധപ്പെട്ട പ്രസ്താവനകൾ? 1ഉം 3ഉമാണ് ബന്ധപ്പെട്ട പ്രസ്താവനകൾ. 1-മത്തതും 3-മതും അല്ലേ. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. പിന്നെ ചെയർമാനെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ പതാക പതാക വന്നു കണ്ടില്ലേ. ഇന്ത്യൻ ദേശീയ പതാകയെ ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? പ്രിലിംസിനാണിത് കേട്ടോ. ക്വസ്റ്റ്യൻസിന് മാതിരി വരിക അല്ലേ. മെയിൻസിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചോദിക്കില്ല, കുറച്ച് കടുപ്പത്തിലല്ലേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് അതൊക്കെയാണ് നോക്കാം. ദേശീയ തിരശ്ചീനമായ മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. നെക്സ്റ്റ്, നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600 × 2400 ആണ്. ആണ്, മില്ലിമീറ്ററാണ്, ആണ്. നെക്സ്റ്റ്, ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇതിൽ ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഏതാണ്? 1ഉം 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. 1-മത്തതും 2-മത്തതും 4ഉം ശരിയാണ് അല്ലേ. തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറമുണ്ട്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. നെക്സ്റ്റ്, ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ ആണ്. നോക്കാം, ഇതേതൊക്കെയാന്ന് നോക്കാം. ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. 26 ജനുവരി 1950 ഡേറ്റ് ഓർക്കുക. ജനഗണമനെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്.
അപ്പോൾ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഈ കൊടുത്തേക്കുന്നതിൽ ഏതാണ്? ശരിയല്ലാത്തവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ. ശരിയല്ലാത്തവ ഏതൊക്കെയാണ്? 1, 3, 4 ശരിയല്ല. 1, 3, 4 എന്താണ്? ശരിയല്ല അല്ലേ? സോ നമുക്ക് പ്രസ്താവന, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ? നമ്മൾ പഠിക്കേണ്ട ഇപ്പോൾ എന്താണ് ഇവിടെ? ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ് അല്ലേ? ചൗധരിയാണോ? ചൗധ റാണി. ചൗധരി നമുക്കിങ്ങനെ ഓർത്ത് വയ്ക്കാം. ചൗധ റാണി, സരളാദേവി ചൗധ റാണി അല്ലേ? ചൗധ റാണി. ഓക്കെ. അപ്പോൾ ദേശീയഗാനം, അപ്പോൾ ഇപ്പോൾ ദേശീയഗാനം, ദേശീയ പതാക അല്ലേ, ദേശീയ ഗീതമൊക്കെ കറക്റ്റായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അതിൻ്റെ കീ പോയിൻറ്റ്സ്, ചെറിയ പോയിൻറ്റ്സും കൂടി പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാമാണ്? 2 വനിതകൾ ആരെല്ലാം ഇവിടെ കൊടുത്തേക്കുന്നതിൽ? ആൻസർ ഓപ്ഷൻ എ ആണ്, സുഷമ സിംഗ്, ദീപക് സന്ധു. നെക്സ്റ്റ്, ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഇവിടെ ഏതാണ്? MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. MKSS എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ അല്ലേ? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. നെക്സ്റ്റ്, സ്വത്തവകാശം, നിയമപരമായ അവകാശം, ബഹുമതി റദ്ദലാക്കൽ എന്ന് പറയുമ്പോഴത് മൗലിക അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ് അല്ലേ? MKSS മസ്ദൂർ അല്ലേ, വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി മാറ്റി. ബഹുമതികൾ റദ്ദലാക്കൽ മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A ആണ് എന്ത്? മൗലിക കടമകൾ. ഓക്കെയാണല്ലോ. നെക്സ്റ്റ്, ദേശീയ മുദ്ര വന്നു കണ്ടില്ലേ? ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനുവരി 26, 1950. 26 ജനുവരി അല്ല, 1950 26. നമുക്ക് ഡേറ്റ് അറിയില്ലേ? റിപ്പബ്ലിക് ഡേ അല്ലേ? അപ്പോൾ തന്നെയാണ് എന്താ ചെയ്തേക്കുന്നത്? ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചല്ലേ? റിപ്പബ്ലിക് ഡേ ആണെന്ന് ഉറപ്പല്ലേ? ആണല്ലോ. അപ്പോൾ അന്നാണ് ആ ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തിനെയും കൂടി ഇങ്ങ് അംഗീകരിച്ചേക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ? ഗോ ബാക്ക് എന്ന് പറയുന്ന സംഭവം, ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അവസാനമാണതല്ലേ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭം ബന്ധപ്പെട്ടു നൽകിയിട്ടുണ്ട്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അടുത്തത്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? ഗാന്ധിജിയും ഗോപാൽ ശിഷ്യനും ഗുരുവാനല്ലേ? ഗാന്ധിജിയും ഗോപാലനും. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ. സാരേ ജഹാം സെ അച്ഛ അല്ലേ? സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം അല്ലെങ്കിൽ അത് അല്ലേ ദേശഭക്തി ഗാനമാണ് അല്ലേ? രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ഛ എന്ന് വിളിച്ച ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഇഖ്ബാലാണ്. ആരാണ്? മുഹമ്മദ് ഇഖ്ബാലാണ് അല്ലേ? സാരേ ജഹാം സെ, ഞാനൊക്കെ പഠിക്കുമ്പോൾ ദേശഭക്തി ഗാനം ഇങ്ങനെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സാരേ ജഹാം സെ അച്ഛ ദേശഭക്തി ഗാനം അല്ലേ? മുഹമ്മദ് ഇഖ്ബാൽ. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി, മുഹമ്മദ് ഇഖ്ബാലാണ് എന്ത് എഴുതിയിരിക്കുന്നത്? സാരേ ജഹാം സെ അച്ഛ എന്നുള്ളത് എഴുതുന്നത്. അതും മറന്നു ഇതാണ് ദേശീയ ഗാനം, ദേശീയ ഗീതം, അതിൻ്റെ കൂടൊക്കെ വരുന്ന കണ്ടൻറ്റാണ് ഇതും. നെക്സ്റ്റ്, താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുത്തു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതിൽ എന്താ പറഞ്ഞത്? 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആട്ടോ. ഒന്നാമത്തെയും നാലാമത്തെയും, അതായത് ഒന്നെന്ന് പറയുമ്പോൾ ഗാന്ധിജിയെ
കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധമില്ലാത്തത്. പിന്നെ നാലാമത്തതും നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. രണ്ടും ഈ 29 ലാഹോർ സമ്മേളന ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അല്ലേ. എന്നാൽ ഇവിടെ 30 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. എപ്പോഴാണ്? 29 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടില്ല. അത് നമുക്കെല്ലാവർക്കും ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ത്? കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കണം. അത് മൂന്നാമത്തെ ഓൾറെഡി നമുക്കെന്താണ് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ എല്ലായിടത്തും 3 ഉണ്ടല്ലേ. 3 ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. ബാക്കി ഏതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഇതുണ്ട്. ഇത് 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ പോയിന്റ് അല്ലേ. അപ്പോൾ ആൻസർ നമുക്ക് വരുന്നതാണ് ഓപ്ഷൻ നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ബി അല്ലേ. നമുക്ക് വേണ്ട പോയിൻറ്റ്സ് ഒക്കെ അല്ലേ, നമുക്ക് വേണ്ട പോയിൻറ്റ്സ് ഇതാണ്. അപ്പം ക്വസ്റ്റ്യൻസിൽ കറക്റ്റ് വായിക്ക് ബന്ധമില്ലാത്തത് തന്നെ വായിട്ട് ബന്ധമില്ലാത്തത് മാത്രമേ നമുക്ക് മാർക്ക് ചെയ്യാൻ അവകാശമുള്ളൂ. ഓക്കെ, ആൻസർ നമുക്ക് ഓപ്ഷൻ ബി. പഠിക്കുമ്പോൾ നമ്മൾ ശരിയായ പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് 2022 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. 2022 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഏത് പ്രക്ഷോഭമാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്തത് 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? 28 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? സത്യാഗ്രഹം ഏതാണ്? ആൻസർ എന്താണ്? ബർദോളി സത്യാഗ്രഹം അല്ലേ. 28 കൂടി ഓർക്കണം. ബർദോളി സത്യാഗ്രഹം. ബർദോളി ഗുജറാത്തിലെ കർഷകർക്കാണ് ബർദോളി സത്യാഗ്രഹം. ഗുജറാത്തിലെ കർഷകർക്കാണ് ബർദോളി സത്യാഗ്രഹം. ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ്, ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി ഏതാണ്? ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി അല്ലേ. അനി ബസന്റ്, ബാലഗംഗാധര തിലകുണ്ട്, സുഭാഷ് ചന്ദ്ര ബോസ് ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആരൊക്കെയാണ് ഹോം റൂൾ പ്രസ്ഥാന ബന്ധമുള്ളവർ? ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം അല്ലേ. ആനി ബസന്റും ഉണ്ട്. രണ്ടാമത്തെ ആൾ ബാലഗംഗാധര തിലകുമുണ്ട്. ഹോം റൂൾ പ്രസ്ഥാനം. ആനി ബസന്റ് ഓൾറെഡി നമുക്ക് കേട്ടറിയില്ലേ. അദ്ദേഹത്തിൻ്റെ കൂടെ ബാലഗംഗാധര തിലക്, ആനി ബസന്റ് ആൻഡ് ബാലഗംഗാധര തിലക് ഹോം റൂൾ പ്രസ്ഥാനത്തിനുമായി ബന്ധമുണ്ടെന്ന് ഓർത്തു വെച്ചേക്കാം. ആനി ബസന്റും ബാലഗംഗാധര തിലകും. നെക്സ്റ്റ്, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം എന്താണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മിൻറ്റോ മോർലി പരിഷ്കാരം ഏതൊക്കെയാണ് നമുക്ക് നോക്കണ്ടല്ലേ. ആൻസർ മാത്രം പറയാം. ആൻസർ എന്താണ്? മിൻറ്റോ മോർലി പരിഷ്കാരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ മിൻറ്റോ മോർലി പറഞ്ഞ പരിഷ്കാരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മിൻറ്റോ മോർലി പരിഷ്കാരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അതേതാണ്? മിൻറ്റോ മോർലിയാണ് നിയോജക മണ്ഡലങ്ങൾ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. നെക്സ്റ്റ്, ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ്? വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ്? 1948 ജനുവരി 30 അല്ലേ. നമുക്കറിയാം, ആ ദിവസം നമ്മൾ ഓർക്കാറുണ്ട് എപ്പോഴല്ലേ. 48 സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ജനുവരി 30 മരിക്കുന്നത് അല്ലേ. 48 ജനുവരി 30. നെക്സ്റ്റ്, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാ. അതിർത്തി ഗാന്ധി അല്ലേ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അല്ലേ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതൊന്നും മറക്കാൻ പാടില്ല കേട്ടോ. ഇനി, ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ചെമ്പഴന്തിയിൽ വരുന്ന ആരാണ്?
ചെമ്പഴന്തി നമുക്ക് ശ്രീനാരായണ ഗുരു. ആരാണത്? ശ്രീനാരായണ ഗുരുവാണ് ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ നടന്ന സ്ഥലം എവിടെയാണിത്? ഉപ്പ് നടന്നു പോയത് എവിടെയാണ്? ഉപ്പ് നടക്കുന്നത് പയ്യപ്പയ്യ കേട്ടോ. ഉപ്പ് സത്യ നടക്കുന്നത് പയ്യപ്പയ്യ. പയ്യന്നൂരാണ് ഉപ്പ് നടക്കുക. പയ്യപ്പയ്യ ഉപ്പ് പയ്യപ്പയ്യെ. നെക്സ്റ്റ്, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികളുടെ കൃതിയുടെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട് കേട്ടോ. 1.25 കോടി EMS. 1.25 കോടി EMS കേട്ടോ. 3 1.25 കോടി EMS ആണ്. EMS നമ്പൂതിരിപ്പാട്. അടുത്തത്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി, 1919 ഏപ്രിൽ 13 നടന്ന സംഭവം, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജി, സീതക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ ആയിരുന്നു. മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ബന്ധമില്ലാത്ത. 1ഉം 3ഉമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ഏതൊക്കെയുണ്ട്? 1 മലബാർ കലാപ ബന്ധമില്ലാത്ത അല്ലേ? ഇവർ 2ആണ്. 1ഉം 3ഉമാണ്. ബന്ധമുള്ള ആരൊക്കെയാണ്? അപ്പോൾ വാഗൺ ട്രാജഡി ടു മലബാർ കലാപം അല്ലേ? ദെൻ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കോയ തങ്ങൾ, 2 പേര്. കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കോയ തങ്ങൾ, ഇവരും മലബാർ കലാപ ബന്ധമുണ്ട് അല്ലേ? വാഗൺ ട്രാജഡിയും വാര്യം കുന്നത്തും സീതക്കോയൊക്കെ ബന്ധമുണ്ട്. അത് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ്, കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ അയ്യങ്കാളി. കല്ലുമാല സമരം ഓർക്കുമ്പോൾ തന്നെ എന്തോർക്കാം? അയ്യങ്കാളി. കല്ലുമാല സമരം അല്ലേ? കല്ലുമാല കൊണ്ട് സമരം ചെയ്തത് അയ്യങ്കാളി, അതിനു വേണ്ടി. നെക്സ്റ്റ്, സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവരാണ്? സവർണജാഥ മന്നത്ത് പത്മനാഭൻ. താഴെ പറഞ്ഞവയിൽ ശരിയായ കാലഘട്ടം, വർഷം കണ്ടെത്തുക. ഏതാണത്? ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം കേട്ടോ. നെക്സ്റ്റ് വൺ, പുന്നപ്രവലർ സമരം നടന്ന വർഷം. പുന്നപ്രവലർ സമരം നടന്ന വർഷം ഏതാണ്? പുന്നപ്രയ്ക്ക് 46ആണ്. പുന്നപ്ര 46. പുന്നപ്രയും 46. ഓക്കെ, 46 പുന്നപ്ര. നെക്സ്റ്റ്, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ഇതൊക്കെ പറയുമ്പോൾ ഞാനും കൂടി കാണാതെ പഠിച്ചു പോവാണ് കേട്ടോ. ഞാൻ കാണാതെ പഠിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്താണ്? ക്ഷേത്രപ്രവേശനം. ആര് പറഞ്ഞത്? ഗാന്ധിജി അല്ലേ? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയില്ലേ? അത് ആധുനിക കാലത്തെ മഹാത്ഭുതമാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ഓക്കെ, ഞാൻ പഠിച്ചു. നിങ്ങളോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചതാരാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചതാരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരാണ്? നമുക്കറിയാം, VT ഭട്ടതിരിപ്പാട് അല്ലേ? അടുക്കളയിൽ നിന്നും അരങ്ങത്ത്, അതായത് VT ഭട്ടതിരി നമ്പൂതിരി കുടുംബത്തിലല്ലേ? അവിടെയുള്ള സ്ത്രീകൾ എപ്പോഴും ആ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? അടുക്കളയിൽ മാത്രം ഒതുങ്ങി. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴങ്ങനെയല്ലല്ലോ അല്ല. അതായത് അടുക്കളയിൽ മാത്രം ഒതുങ്ങി പുറത്തേക്ക് മുഖത്തേക്ക് പോലും ഇല്ലാത്ത കാലഘട്ടം അല്ലേ? അത്രയ്ക്ക് ഭയങ്കര ആഠ്യത്വം ഒക്കെ ഉള്ളൊരു നമ്പൂതിരി കുടുംബം. അപ്പോൾ അവരൊക്കെ അരങ്ങത്തേക്ക് വരാൻ അല്ലേ? അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി തീർന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയ നാടകമാണെന്ത്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏറ്റവും വലിയ കായൽ ഏതാണ്? വലിയ കായൽ എന്ന് പറയുമ്പോൾ അത് വേമ്പനാട്ട് കായൽ കേട്ടോ. ഓർക്കുക, വലിയ കായൽ വേമ്പനാട്ട്. വലിയ കായൽ അത് കണക്ഷനാണ്. വലിയും വേമ്പനാടും കേട്ടോ. വേമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേട്ടോ. ശുദ്ധജല
തടാകം ഏതാണ്? ശാസ്താംകോട്ടക്കായൽ. കണ്ടില്ലേ? ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അവിടെ ശുദ്ധയ്ക്കകത്തും ശാസ്തയ്ക്കകത്തും കുറച്ച് കണക്ഷൻ വെച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ്, കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം എത്ര? 580 കിലോമീറ്റർ. 580 കേട്ടോ. കടൽത്തീരം 580. ഇനി കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കിഴക്കൊഴുകുന്ന ജോഡി? ഏതൊക്കെയാണ്? ഓപ്ഷൻ സി വരും നമുക്ക് ആൻസർ. 2ഉം 3ഉമാണ് കേട്ടോ ശരിയായ ജോഡികൾ. 2ഉം 3ഉം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി അല്ലേ. കിഴക്കോട്ട് പോകുന്ന ആരൊക്കെയാണ്? ഭവനി, പാമ്പാർ അല്ലേ. ഭവനി, ഭവാനി, പാമ്പാർ അല്ലേ. ഭവനിയാണോ കുഞ്ഞുങ്ങളെ? കബനി, ഭവാനി. ഓക്കെ. കബനി, ഭവാനി, പാമ്പാർ കേട്ടോ. ഒരു 3 ആരാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ആരൊക്കെയുണ്ട്? 1 ഉണ്ട്. ഒന്നുകൂടി വൺസ് മോർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ 2, 3 ശരിയാണല്ലോ. ഓക്കെ. ഇത് കിഴക്കോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇതെല്ലാവർക്കും ഇപ്പോൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു. പ്രിലിംസ് എഴുതുമ്പോൾ കുറച്ചുകൂടി നോക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ. ആദ്യത്തെ റെയിൽ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1961 മാർച്ച് 12. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പേരമ്പാടി ചുരം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് റിവറിൻ്റെ തീരത്താണ്? ഏത് റിവറിൻ്റെയാണ്? ഭാരതപ്പുഴ. ഏത് റിവറിൻ്റെയാണ്? ഭാരതപ്പുഴ. മാമാങ്കം, തിരുനാവായ, ഭാരതപ്പുഴ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം? കുരുമുളക്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായി സംക്ഷേപ വേദാർത്ഥം. അടുത്തത്, PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവും ബന്ധപ്പെട്ടിരിക്കുന്നു? PR ശ്രീജേഷ് ഹോക്കിയാണ്. PR ശ്രീജേഷ് ഹോക്കിയാണ്. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 24. 12 ജോഡി. നെക്സ്റ്റ്, ഹൃദയം ഇടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യം നിർമ്മിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. റെനെ ലെനക്. പൂർണ്ണ ശയ്യാവലംബരെ പരിചരിക്കുന്നതിന് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ആശ്വാസ കിരൺ. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കാർവി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം? ഈച്ച മുഖേന പകരുന്നതാണ് കോളറ അല്ലേ. ഈ മലമ്പനി പ്രോട്ടോസോവയാണ്. അറിയാമല്ലോ, മലമ്പനി പ്രോട്ടോസോവ. ഇപ്പോൾ LGS ചോദിച്ചതാണ്. നെക്സ്റ്റ് വൺ. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകമാണ് ഏത്? നൈട്രജൻ, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ കാരണമായത് ആരൊക്കെയാണെന്ന് പഠിച്ചിട്ട് വേണം കാരണമില്ലാത്ത നമുക്ക് എഴുതാൻ അല്ലേ. ആൻസർ ഏതാ വരിക? നൈട്രജൻ. ബാക്കി 3 കാരണമായതാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, കിരൺ, അർക്കാർ, സൽകീർത്തി ഏത് ഇവരുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ സി വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അല്ലേ. സ്പൈസസ് റിസർച്ച് സുഗന്ധദ്രവ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോഴിക്കോടുണ്ട് കേട്ടോ. കോഴിക്കോട് നമ്മുടെ ഹരിതഗൃഹം എന്നൊക്കെ കുറച്ച് സാഹിത്യ നഗരം എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പോൾ അല്ലേ. സാഹിത്യ നഗരം കോഴിക്കോടാണ്. അപ്പോൾ സ്പൈസസ് റിസർച്ച് എവിടെയാണ്? സുഗന്ധം സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. നെക്സ്റ്റ്, പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണെന്ന ചോദ്യം. സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്തിനെക്കുറിച്ച് പഠിക്കാൻ? പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നത് അല്ലേ. ആൻസർ എന്താണ്? അനിൽ അഗർവാൾ. ഇവിടെയാണ് അനിൽ അഗർവാൾ. സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ്, അനിൽ അഗർവാൾ.
സൈലൻറ്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണത്? ഇന്ദിരാഗാന്ധി അല്ലേ. സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയാണ്. ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അല്ലേ. സൈലൻറ്റ് വാലി, വെടിപ്ലാവ് അല്ലേ, ഓർക്കണം. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ് അല്ലേ. നമുക്ക് ഇവനെ കാണുമ്പോൾ അറിയാം അലൂമിനിയം എന്നറിയാം. അപ്പോൾ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ എ അല്ലേ. നെക്സ്റ്റ്, തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഭിത്തിയോനൽ ആൻറ്റിസെപ്റ്റിക് ആണ്, സെക്കാനൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ഫിനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഇതിൽ ശരിയായത് ആൻസർ ഓപ്ഷൻ സി 1, 3 ശരിയാണ്. ഭിത്തിയോനൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ഫീനോൾ ഡിസിൻഫെക്റ്റൻ്റ്. എനിക്ക് ഈ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റിപയററ്റിക്സ് അങ്ങനെ കുറേ വരുന്ന ആ ഒരു സംഭവം, ആ ഒരു കണ്ടൻറ്റ് ഉണ്ട് അവിടെ. എനിക്കത് ഒട്ടുമേ അറിയില്ല. ഞാനിത് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഭിത്തിയോനൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ഫീനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഓർക്കും ഇവർക്കൊന്നും ഇല്ലേ, ഒന്നും അറിയാത്തതല്ല. സോ MSc B.Ed ആണ്, സെറ്റ് ക്വാളിഫൈഡ് ആണ്. ഒരു 10-12 വർഷത്തോളം, 10-11 എപ്പോഴും പോകുന്നുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിരുന്നു. ദെൻ ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്, ഞാനൊരു എന്താ പറയുക, പോലീസ് സർവീസിൽ ഉള്ള ഒരാളും കൂടി ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ അത്രയുമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ PSC പഠിപ്പിക്കുമ്പോൾ ചില കുഴപ്പങ്ങളൊക്കെ ചിലരും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഹയർ സെക്കൻഡറി ഞാൻ പോകാത്തതിന് കാരണം എൻ്റെ എന്താ പറയുക, തൈറോയിഡിൻ്റെ ഒരു സർജറി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്, അതാണ് സൗണ്ടും ചിലപ്പോൾ മാറി വരിക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാം. എൻ്റെ വീഡിയോസ് ഫുള്ളായി കാണുന്നവർക്കത് ഇൻഫർമേഷൻ അറിയുന്നതുകൊണ്ട് സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ. അപ്പം എൻ്റെ വിഷയം ബയോളജിയാണ്. MSc B.Edഉം സുവോളജിയും ഒക്കെ സെറ്റുമൊക്കെ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് ടൈം സെക്കൻഡ് കിട്ടിയിട്ട് ആളായിട്ട് പോലും ഒരു 4 പ്രാവശ്യം ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ്. എന്നിട്ട് പോലും എനിക്ക് ഹയർ സെക്കൻഡറി കിട്ടിയില്ല. പോലീസിലൊരു ജോലിയുണ്ട്, ഏതാണെന്ന് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഇച്ചിരി കട്ടുകൂടി ജോലി തന്നെയാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ആൻസർ 2n ഉണ്ട്, 2n² ഉണ്ട്, 2 ഉണ്ട്, n² ഉണ്ട്. ഏതൊക്കെയാണ് വരുക ആൻസർ? ഓപ്ഷൻ ബി 2n². 2n² ആണ്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2n². നെക്സ്റ്റ് വൺ, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇതിൽ ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം ആണ്. 2ഉം 4ഉം. രണ്ടാമത്തേത് മീൻസ് ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണെന്നുള്ളത് വേണ്ടാത്തത് അല്ലേ. ദെൻ 4മത്തതും വേണ്ട അല്ലേ. അപ്പോൾ മോസ്റ്റ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ്, നമുക്കറിയാവുന്ന കാര്യം. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി മാർക്ക് ചെയ്യുക അല്ലേ. ഇവിടെ ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്റ്റ്ലി, അത് ഫാക്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ആധുനികത്തിൻ്റെ മോസ്റ്റ്ലി. നെക്സ്റ്റ്, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ 2 സംയുക്തങ്ങളിലെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി -3. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഓപ്ഷൻ സി സൂര്യൻ. മാധ്യമത്തിൻ്റെ സഹായമില്ലാത്ത താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ദോലന ചലനമല്ലാത്ത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒരെണ്ണം കൂടി, പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കളുണ്ട്. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണത്. ഗ്ലാസ് 1, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നാളെ തന്നെ കാണാവുന്നതായിരിക്കും. ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് ശനിയാഴ്ചയ്ക്ക് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറും തീർക്കാം. ഓക്കെ, ദെൻ 24th ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ കേട്ടോ. താങ്ക് യു.